നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്നലെ ജൂൺ 21 നമ്മുടെ നീറ്റ് പരീക്ഷ പിന്നെ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം, കുറേ വിദ്യാർത്ഥികൾ, അതായത് 1 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് കരയുകയും അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവാനൊക്കെ ഇടയായതൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ പറ്റിയും ഇവിടുത്തെ ടെക്നോളജിനെ പറ്റിയും പിന്നെ അങ്ങനത്തെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് നടന്നതെന്ന് നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം, ബാംഗ്ലൂരിലെ ഒരു എക്സാം സെൻറ്ററിൽ ഒരു 3 കുട്ടികൾ 1 മിനിറ്റ് ലേറ്റ് ആയതിന് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കരയുന്നതും മാതാപിതാക്കളും കെഞ്ചുന്നതൊക്കെ നമ്മൾ കണ്ടു കാണും. എന്നിട്ട് അവർ പറഞ്ഞത് ഇത് സിസ്റ്റം ലോക്കായെന്ന് മാത്രമാണ്. അതായത് അവരുടെ 1 വർഷത്തെയും 2 വർഷത്തെയും ഒക്കെ കാത്തിരിപ്പിനാണ് അവർ ഈ ഒരു വാക്കുകൊണ്ട് അവിടെ നിർത്തിയത്, അതായത് 1 മിനിറ്റ്. അപ്പോൾ നമുക്കറിയാം, എന്താണ് നമ്മൾ ഇതിൻ്റെ കഷ്ടപ്പാടൊക്കെ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു വിദ്യാർത്ഥിയെ നോക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ വെറും 1 ദിവസം മാത്രമാണത്. പക്ഷേ അത് അവർക്ക് അങ്ങനെയല്ലല്ലോ. അത് എന്ന് വെച്ചാൽ അവരുടെ വർഷങ്ങൾ, 1 വർഷത്തെയും 2 വർഷത്തെയും കഷ്ടപ്പാടും പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളും കുറേ പ്രാക്ടീസും ഇവയെല്ലാം കൊണ്ട് വരുന്നതാണ് ആ ഒരു ദിവസത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ഗവൺമെൻറ്റിനെ മറ്റ് സ്ഥലങ്ങളിലെയും തെറ്റുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ പിന്നെയും പരീക്ഷ എഴുതി വന്നത്. അപ്പോൾ ആ 1 മിനിറ്റ് ലേറ്റ് ആയപ്പോൾ തന്നെ അവർ ഗേറ്റ് അടയ്ക്കുകയും സിസ്റ്റം ലോക്കായെന്നും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാവുകയും കുറേ വിമർശനങ്ങളൊക്കെ വരികയും ചെയ്തായിരുന്നല്ലോ. നമുക്കറിയാം, നമ്മളൊരു കുട്ടിയെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ആ കുട്ടി എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു എക്സാം എഴുതുന്നത്. ആ കുട്ടിയുടെ ഭാവി തന്നെ ആ ഒരു ദിവസത്തിന് ആ 1 മിനിറ്റ് കൊണ്ട് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെയും നടത്തിയ, അതായത് പുനഃപരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അവർ പിന്നെയും എല്ലാ ടോപ്പിക്കും ഒന്നും കൂടി എടുത്ത് നോക്കുകയും പിന്നെയും എല്ലാ മോക്ക് ടെസ്റ്റും അവയൊക്കെ പിന്നെയും ചെയ്യുകയും പരീക്ഷ എഴുതുകയും പിന്നെ അവയുടെ തെറ്റുകൾ പിന്നെയും കണ്ടുപിടിച്ച് ഡിപ്രഷൻ അടിക്കുകയും എല്ലാം തന്നെ വീണ്ടും അതേ ഇതിൽ തന്നെ നടക്കുകയാണല്ലോ. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ കാഴ്ചപ്പാട് അത് വളരെ കഷ്ടമേറിയ കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ എന്താണ് നടന്നതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, അവിടെ ആ ബാംഗ്ലൂരിൽ എന്താണ് നടന്നതെന്ന് വെച്ചാൽ, അന്ന് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു യോഗമായിരുന്നു അന്ന് ആ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം വലിയൊരു ട്രാഫിക് അനുഭവപ്പെടുകയും അങ്ങനെ ഈ നീറ്റ് എഴുതാൻ വന്ന വിദ്യാർത്ഥികൾ ആ ട്രാഫിക്കിൽ കുടുങ്ങി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൃത്യസമയത്ത്, അതായത് 1:30 എത്താൻ സാധിച്ചില്ല, പകരം 1:31 എത്തിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ 1 മിനിറ്റ് കൊണ്ട് ഗേറ്റ് അടയ്ക്കുകയും അങ്ങനെ സിസ്റ്റം ലോക്ക് എന്നുള്ള പേര് വരികയുമാണ് അവിടെ ചെയ്തത്. നമുക്കറിയാം, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ NDA ഇവിടെ വലിയ ക്രമീകരണമൊക്കെ നമ്മുടെ ഈ ടെസ്റ്റ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലക്ഷക്കണക്കിന് ക്യാമറകൾ, പിന്നെ ജാമറുകൾ, പിന്നെ അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറുകൾ, അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഈ എക്സാം നടക്കുന്ന സെൻറ്ററിൻ്റെ ഉള്ളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് അവരൊരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ രാഷ്ട്രീയമായാണോ ചിന്തിക്കേണ്ടതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇത് ആ വിദ്യാർത്ഥിയുടെ ജീവിത പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ഇതിന് പൂർണ്ണ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതുണ്ട്. അതായത് ഏത് ഗവൺമെൻറ് എന്നതിലല്ല കാര്യം, ഇവിടെ ആ കുട്ടിയുടെ ഭാവി ആവും ഉള്ളതിൽ തന്നെയാണ് കാര്യം. അപ്പോൾ ഏത് ഗവൺമെൻറ്റൊക്കെ ആയാലും ആ കുട്ടിയുടെ ഭാവി എന്തായെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ VIP സംസ്കാരവും സാധാരണക്കാരൻ്റെ ജീവിതവും വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ VIP അതുപോലുള്ള ആൾക്കാർക്ക് എത്രത്തോളം മുൻഗണനയാണ് കൊടുക്കുന്നത്, അവർക്ക് എത്രത്തോളം പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രയോറിറ്റി ഈ എക്സാം എഴുതുന്നവർക്കും അത്യാവശ്യമായി എന്തെങ്കിലും കാര്യം ചെയ്യുന്നവർക്കും കൊടുക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരിക്കും.
അപ്പോൾ അതെല്ലാം കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാനൊരു സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് പറയുന്നത്, ഇന്ന് നമുക്കറിയാം ഇന്ന് എന്ന് വെച്ചാൽ എയുടെ വളർച്ചയും ടെക്നോളജി വളർച്ചയും ഒക്കെ നമ്മൾ കാണുന്നത് തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ വളർന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? കാരണം ഇത്രയും വലിയൊരു സിസ്റ്റം ഫെയിലായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിന് നാണക്കേട് മനസ്സിലാവേണ്ട ഒരു കാര്യം തന്നെയല്ലേ. പിന്നെ ഈ എയും ഈ ടെക്നോളജിയും അവയൊക്കെ വളർന്നു പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അവസാനമായി ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആ 3 കുട്ടികൾക്ക് 1 മിനിറ്റ് നഷ്ടത്തിലാണ് അവരുടെ ആ ഒരു വർഷത്തെ കഷ്ടപ്പാട് നഷ്ടമായത്, അതായത് ആ ഒരു എക്സാം നഷ്ടമായത്. അപ്പോൾ ആ ഒരു വർഷം എന്ന് പറയുന്നത് അവരുടെ ജീവിതമാണ്. അപ്പോൾ ഞാൻ അവസാനം പറയുന്നത്, ഈ VIP-കൾക്കും അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ നൽകുന്ന അതേ പരിഗണന എല്ലാം ഇവർക്കും നൽകേണ്ടതാണ്. പിന്നീട് നമുക്ക് ഇതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നൊക്കെ വെച്ചാൽ, അന്നേ ദിവസം, അതായത് പരീക്ഷ നടക്കുന്ന ദിവസം ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതായത് ആ എക്സാം സെൻറ്ററിലേക്കുള്ള ട്രാഫിക് മൊത്തമായും നിയന്ത്രിക്കണം. പിന്നെ അതുകൂടാതെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നാൽ വിളിക്കാൻ എന്തെങ്കിലും സംവിധാനമാക്കി കൊടുക്കണം. അങ്ങനെ അടിയന്തര അവസ്ഥക്കൊക്കെ എന്തെങ്കിലും സംവിധാനമാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.